ഹായ് വെൽക്കം ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ടിപ്പാണ്. ഹൗ ടു അറേഞ്ച് പിക്ചേഴ്സ് ഇൻ എ സെക്കൻഡ്. പലപ്പോഴും നമുക്ക് പവർ പോയിന്റ് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോകുന്നത് പിക്ചേഴ്സ് ഒക്കെ ഇൻസെർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് നിൽക്കുമ്പോഴാണ്. കാരണം പല സ്ലൈഡ്സിലും ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ ഇൻസെർട്ട് ചെയ്ത് വരാറുണ്ട്. നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പിക്ചർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5 പിക്ചേഴ്സ് ഉണ്ട്. അത് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓവർലാപ്പ് ആയിരിക്കും എല്ലാ പിക്ചേഴ്സും. ഇതുപോലെ ഓവർലാപ്പ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ 1 by 1 ആയിട്ട് ഡ്രാഗ് ചെയ്ത് അറേഞ്ച് ചെയ്യണം. ഇത് ചില സമയത്തൊക്കെ നമുക്ക് ലാസ്റ്റ് മൊമെന്റ് ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ആവും. കാരണം കറക്റ്റും മോഡലായിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പിക്ചർ ആ പവർ പോയിന്റ് പ്രസന്റേഷന്റെ ക്വാളിറ്റി നഷ്ടം. ഇതിനായിട്ട് ഓൾറെഡി പവർ പോയിന്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, പിക്ചർ ലേഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫോർമാറ്റ് പിക്ചറിനോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പിക്ചർ ലേഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ പിക്ചർ ലേഔട്ട് വെച്ചിട്ട് നമുക്ക് ഈ പിക്ചേഴ്സിനെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ ഞാൻ പിക്ചർ എല്ലാം റിമൂവ് ചെയ്തിട്ട് വീണ്ടും വൺ സൈഡ് പിക്ചർ സെറ്റ് ചെയ്യാണ്. ഇൻസെർട്ട് വന്ന് പിക്ചേഴ്സിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ പിക്ചേഴ്സും ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇൻസെർട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് കാണാം പിക്ചേഴ്സ് എല്ലാം ഓവർലാപ്ഡ് ആണ്. പക്ഷെ നമ്മുടെ പിക്ചർ ലേഔട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിക്ചർ അറേഞ്ച് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഞാൻ പിക്ചർ ഗ്രിഡ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഈ പിക്ചർ ഗ്രിഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചേഴ്സ് കറക്റ്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും. ഇനി ഇതിന് നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഈ ബോക്സിന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇവിടെ നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. അതിന് ടെക്സ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ചിലപ്പോൾ ചില പിക്ചേഴ്സിനൊക്കെ നമുക്കൊരു ലേബിൾ കൊണ്ടുവരാറുണ്ട്. ഈ ഓപ്ഷൻ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതും വളരെ ഈസിയാണ്. അതർവൈസ് നമ്മളൊരു എഡിറ്റ് ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന് പകരമായിട്ട് നമുക്ക് ഇതിൽ തന്നെ ഓൾറെഡി പിക്ചേഴ്സിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം പല സ്ലൈഡ്സിലും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ഒരുപാട് ടൈം സേവിങ് ഓപ്ഷൻ കൂടിയാണ് ഈ പിക്ചേഴ്സ് അറേഞ്ച്. നമുക്ക് ഇതിലെ ലേഔട്ടിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് ഓൾറെഡി ലേബിൾ ഉള്ളിലുള്ളതും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇനി പ്രസന്റേഷനിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഷിഫ്റ്റ് F5 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സിംഗിൾ പേജ് പ്രസന്റേഷൻ ആവുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ഭംഗി അറേഞ്ച് ചെയ്ത് വേണം സ്ലൈഡ്സ് ചെയ്യാൻ. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെ കൂടുതൽ വീഡിയോസും അല്ലെങ്കിൽ പവർ പോയിന്റ് ടിപ്സിന് എക്സൽ ടിപ്സിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ, സീ യു.